ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബാഗ് കളക്ഷൻസിനെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് 4-5 ബാഗുകളാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ. ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഗായ്സ്, ഞാൻ എൻ്റെ അമ്മയുടെ ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കട്ടെടുത്ത ബാഗാണ് ഗായ്സ്. അതിലാണോ പോകുമ്പം ഈ ബാഗ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. സോ ദിസ് ഈസ് മൈ ബാഗ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഓൾ ടോട്ടൽ ഇതൊരു സ്ലിംഗ് ബാഗാണ്. ഈ ബാഗ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ ലൈക്ക്. ആൻഡ് ഇതിന് 2 അറയുണ്ട് ഇങ്ങനെ. പിന്നെ ഇതിനകത്ത് ഒരു കുഞ്ഞ് അറയുണ്ട്, നിങ്ങൾക്ക് കാർഡും കാര്യങ്ങളൊക്കെ വെക്കാം ഇവിടെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഈ ബാഗിൻ്റെ. ഇതിന് ബ്രോഡായിട്ടും ബെൽറ്റുണ്ട്, പിന്നെ തിന്നായിട്ടും ഉണ്ട്. അപ്പോൾ ഇത് തിന്ന് എവിടെയാണെന്ന് എനിക്ക് പറയത്തില്ല ഗൈസ്. എനിക്ക് ബ്രോഡ് ബെൽറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ ബാഗ് തന്നെ ഞാൻ എടുക്കുന്നത്. ഞാൻ എപ്പോഴും എടുക്കുന്നത് ഇതിലേക്ക് ഇങ്ങനെ ഇരിക്കും, കണ്ടോ. കാണിക്കാൻ പോകുന്ന ബാഗ് ഗൈസ് ഞാൻ മാംഗ്ലൂരിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. മാംഗ്ലൂർ സിറ്റി സെൻറ്റർ മോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് ഗൈസ് അത്. ഇത് ഇപ്പം ഇതിൻ്റെ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അന്ന് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഈ ഷേപ്പിൽ ഉള്ളതായിരുന്നു ട്രെൻഡ്. ഇപ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് ഒരു ബോക്സ് ഇതല്ലേ ട്രെൻഡ്. അപ്പോൾ ഇതിനിങ്ങനെ 2 ഓറയുണ്ട്. ഇത് വന്നിട്ട് ഒരു ബ്ലൂ ആൻഡ് പിങ്ക് ടോണാണ്, പേസ്റ്റൽ ആണ്. ഇങ്ങനെ ഇവിടെ അകത്ത് 2 ഓറയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് കാർഡുകളൊക്കെ വെക്കാനുണ്ട്, പക്ഷേ അതൊന്നും ഉപയോഗിക്കാറില്ല. അതുപോലെ ഇതിനകത്തും ഇങ്ങനെ 2 ഓറകളുണ്ട്. ഇവിടെ ഇങ്ങനെ കാർഡും കാര്യങ്ങളൊക്കെ വെക്കാം. മൊത്തത്തിൽ ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഇടാം, ജീൻസിൻ്റെ ടോപ്പിനൊക്കെ കൂടെ ആണെങ്കിൽ ഇടാം. ചെറിയ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാനുള്ളെങ്കിൽ ഇങ്ങനത്തെ ചെറിയ മിനി സ്ലിംഗ് ബാഗ്സ് നല്ല എളുപ്പമായിരിക്കും. ഇതിൽ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന മൊബൈലൊക്കെ ഇരിക്കും, ട്രൈപോഡ് ഇരിക്കും, ക്യാഷ് ഇരിക്കും. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇതിങ്ങനെ സിബ് ഇടണം. 2 ഇടത്തും സിബ് ഇട്ട് കഴിഞ്ഞാലും ചില്ലറ മാത്രം ഇടാൻ പാടായിരിക്കും. എൻഡ് വരെ ഇതിൽ സിബ് ഇട്ടേക്കണം. അല്ലെങ്കിൽ ഈ സൈഡുണ്ടോ, ഈ ഇവിടെ നിന്ന് ഈ ചില്ലറാസ് ഇറങ്ങി വരും. ഇവിടുന്ന് കണ്ടോ, ചില്ലറ ഇറങ്ങി വരും. അതുകൊണ്ട് പിന്നെ ഇതധികം അങ്ങനെ എടുക്കാം. ഇതും ഏകദേശം 300 റുപ്പീസ് എന്തോ ആയുള്ളൂ ഗൈസ്. ഇതെൻ്റെ അമ്മയുടെ ബാഗാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഗൈസ്. 2016 എൻ്റെ അമ്മ കന്യാകുമാരിയിൽ നിന്ന് മേടിച്ചതാണ്. കന്യാകുമാരി പോയപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വില ഗസ് ചെയ്യാമോ എത്രയാണ്? ഇത് കണ്ടിട്ട് എത്ര നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ലൈക്ക് നല്ല ഭംഗിയില്ല ഇത് കാണാൻ തന്നെ ഒരു അസ്തറ്റിക് ഉണ്ട്. ഇന്നത്തെ കാലത്ത് ആൻറ്റിമാരൊക്കെ ഇട്ടിട്ട് പോകുന്ന ഒരു വിൻറ്റേജ് ടൈപ്പ്. ഇതുവരെ ഇതിന് പ്രശ്നമൊന്നുമില്ല. അകത്ത് ഇങ്ങനെ ഒരു ഓറ, പിന്നെ ഇതിനകത്തും ഇങ്ങനെ ഒരു ഓറയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 2. എൻ്റെ അമ്മ ഇതിൻ്റെ 2 കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിതും പീച്ച് കളറിൻ്റെ ഒരെണ്ണമായിരുന്നു. അതിൽ പക്ഷേ ഇവിടെ ഈ പിങ്ക് അല്ല, പിങ്കിന് വരെ വേറൊരു ബ്രൗണും പിന്നെ വേറൊരു ടിൻറ്റും കൂടെ ഉള്ള ഒരു കളറിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് വന്നിട്ട് വെറും 100 രൂപയുള്ളൂ ഗൈസ്. 2014 കന്യാകുമാരി പോയി വാങ്ങിച്ചതാണ്. 100 രൂപയ്ക്ക് എൻ്റെ അമ്മ വാങ്ങിച്ച ബാഗാണ്. കണ്ടാൽ 100 രൂപയെന്നൊന്നും പറയത്തില്ല. ഫേവറേറ്റായിട്ടൊരു ബാഗാണ് ഗൈസ്. ഇത് ഞാൻ ഈ പണ്ടത്തെ ബിഗ് ബസാർ, ഇപ്പോഴത്തെ സ്മാർട്ട് ബസാർ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതെനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. 1800 സംതിങ് ആയിരുന്നു തോന്നുന്നു. പക്ഷേ എനിക്കിത് 800 കിട്ടിയ ഓഫറിന് 850 റുപ്പീസിനാണ് ഈ ബാഗ് കിട്ടിയത്. ഇത് പക്ഷേ നല്ല ബാഗാണ്. എൻ്റെ ഫേവറേറ്റ് ബാഗുകളിലൊരു ബാഗാണ്. നല്ലൊരു പേസ്റ്റൽ, ഒരു പിങ്ക് ഷെയ്ഡാണ് ഗൈസ്. പേസ്റ്റൽ പിങ്ക്, ബേബി പിങ്ക്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നല്ലൊരു ചെയിൻ, പിന്നെ ഇങ്ങനെ തിൻ സ്റ്റാൻഡ് ആണെങ്കിൽ, സ്ട്രാപ്പ് ആണെങ്കിൽ തന്നെ, സ്റ്റാൻഡ് ഔട്ട് സ്ട്രാപ്പ് ആണെങ്കിൽ തന്നെ ഒരു ഫിനിഷിങ്, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് കുറേ സംഭവങ്ങളിരിക്കും. ഈ ബാഗ് ഇങ്ങനെ ചെറിയ സ്ലിംഗ് ബാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു ഒറയുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഈ സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് ഇതാ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ കാർഡ് ഹോൾഡേഴ്സും ഉണ്ട്. ഈ ട്രൈപോഡ് ആണെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ വെക്കാം. വെർട്ടിക്കലി വെച്ചാലിരിക്കും. ഇതാ ഇങ്ങനെ ഇരിക്കും ഗൈസ്. ഇതിപ്പോൾ ഫുൾ സാധനങ്ങൾ ഇടുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. 2 ബാഗും ഗൈസ്. അതിലൊരു ബാഗ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വില കൂടിയ ബാഗ് അതാണ്. ഇവിടെ ഇപ്പം നിലവിലുള്ള എൻ്റെ അമ്മയുടെ ബാഗ് ഞാൻ കാണിച്ചതും അതിലെ കുറച്ചും കൂടെ പ്രൈസുണ്ട്. അപ്പം ഇത് ആണ് എൻ്റെ അടുത്ത ബാഗ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ബാഗുകളിലൊന്നാണ്. അപ്പോൾ ഈ ബാഗ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. അപ്പോൾ ഇത് ഒരു കൊറിയൻ, ഒരു ചൈനീസ് ട്രെൻഡ്
ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇവിടെ ഇപ്പം അത്യാവശ്യം ഇങ്ങനത്തെ മോഡൽ ഈ ബാംബൂ ടൈപ്പ് ബാഗ് ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പം. സസ്റ്റൈനബിലിറ്റി ഇതിലിങ്ങനെ ഒരു ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ അകം ഇൻസൈഡ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഇതെല്ലാം വന്നിട്ട് കെയിൻ ആണ്. പിന്നെ ഇത് വന്നിട്ട് പേപ്പർ ആൻഡ് ഇതൊരു തരം ത്രെഡാണ് ഗൈസ്. ഈ പർപ്പിൾ കാണുന്നില്ലേ, ഇതെൻ്റെ ഫേവറേറ്റ് കളറാണ് പർപ്പിൾ. അതുകൊണ്ടും കൂടിയാണ് ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം. അപ്പോൾ നിലവിൽ ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരെണ്ണം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ഗൈസ് വാങ്ങിച്ചത്. മ്യൂസിയത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ ഫെസ്റ്റ് നടക്കുമല്ലോ, അപ്പോൾ ആ ഫെസ്റ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഒറിജിനലി ട്രിവാൻഡ്രംകാർ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ 2-3 ആൻറ്റിമാർ ചെയ്യുന്ന ഒരു ഇതാണ്, ബിസിനസ്സാണ്, സ്മോൾ ബിസിനസ്സാണ്. അപ്പം ഇത് സപ്പോർട്ടും കൂടെ ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ബാഗ്. ഇത് ഹാഫ് മൂൺ ഷേപ്പാണ് ഈ ബാഗ്. ഇതൊരു വെറൈറ്റി ഷേപ്പാണ്. ഷേപ്പ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ എല്ലായിടും ഒന്നും കാണാറില്ല. ഇത് ബാംബൂവിൽ വെച്ചിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടൊരു ബാഗാണിത്. ഇങ്ങനെ ക്ലിപ്പാണ്. അപ്പോൾ ഈ ക്ലിപ്പ് ഇങ്ങനെ തന്നു, ഇവിടെ ഒരു ഇങ്ങനെ, പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോരോ അങ്ങനെ ആയിട്ടാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ ബാംബൂ ആയതുകൊണ്ട് തന്നെ ഈ ക്ലിപ്പുണ്ടല്ലോ, ഈ ക്ലിപ്പ് അതവരിങ്ങനെ ഈ ഇതിനകത്ത് ഇങ്ങനെ ഈ നെയ്തതിനകത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. വേറെ അങ്ങനെ വലിയ ഫിനിഷിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇളകി ഇട്ട് കഴിയുമ്പോൾ ഇത് ഇളകി വരും. അങ്ങനെ ഇപ്പം ഞാൻ ഈ വൈറ്റ് ടേപ്പ് ഉണ്ടല്ലോ കണ്ടോ, അത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇതൊരു ഡിസൈനാണെന്നില്ലേ തോന്നുന്നു. ഈ ബാഗ് അങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി പുറത്ത് പോകുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇങ്ങനെ ഒരു ഹാഫ് മൂൺ ആയിട്ടൊരു ഇതാണ്. ആണ് എൻ്റെ ബാഗ് കളക്ഷൻ. ഒരു കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉള്ളു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. അതുവരെയും ബൈ ഗൈസ്, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബൈ.